ഇന്നിപ്പോൾ നമ്മളെല്ലാവരും ആരോഗ്യം ശ്രദ്ധിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കി വെക്കാൻ പറ്റുന്ന ഒരു പൊടിയാണ് കേട്ടോ ഇത്. അയൺ കണ്ടൻറ്റ് നമ്മുടെ ശരീരത്തിൽ, ഇപ്പോൾ ഇലക്കറികളൊന്നും അധികം കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ അയണിൻ്റെ കുറവുള്ള കുട്ടികൾക്കും ശരീരത്തിൻ്റെ ബലം കൂട്ടാനും പ്രതിരോധശേഷി കൂട്ടാനും ഒക്കെ കർക്കിടകത്തിൽ മാത്രമല്ല എപ്പോഴും നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു പൊടിയാണിത്. മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഇത് കഴിക്കാം. ഉണ്ടാക്കിയെടുക്കാൻ ഏറ്റവും എളുപ്പമാണ് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ശരീരത്തിന് ഏറ്റവും ഗുണം ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഞാനിതിൽ എടുത്തിട്ടുള്ളൂ കേട്ടോ. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടോളൂ. നമുക്ക് ആദ്യം ഒരു 2 കപ്പ് അവലാണ് വറുത്തെടുക്കേണ്ടത്. അവലെടുക്കുമ്പോൾ വെള്ള അവലെടുക്കാതെ നല്ല തവിടുള്ള ചുവന്ന അവൽ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതിലാണ് ഗുണങ്ങൾ കൂടുതലായിട്ട് ഉണ്ടായിരിക്കുക. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. 1 കപ്പ് അളവിൽ കറുത്ത എള്ളാണ് അടുത്തതായിട്ട് വറക്കേണ്ടത്. എള്ള് നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞ ശേഷം വേണം വറുത്ത് മാറ്റാൻ. ഇനി 1 കപ്പ് അളവിൽ പൊട്ടുകടലയാണ് വേണ്ടത്. കടലപ്പരിപ്പല്ല കേട്ടോ, പൊട്ടുകടല തന്നെ എടുക്കണം. അതും നന്നായിട്ടൊരു ചെറിയ ബ്രൗൺ നിറമാവുന്നത് വരെ വറക്കണം. 1/2 കപ്പ് അളവിൽ തേങ്ങ ചിരകിയത് വറക്കണം. തേങ്ങ ഇതുപോലെ ബ്രൗൺ നിറാവണത് വരെയാണ് വറുത്തെടുക്കേണ്ടത്. അതിൻ്റെ കൂടെ തന്നെ ഒരു 3-4 ഏലക്കായ തൊലി കളഞ്ഞ് ചേർക്കണം കേട്ടോ. ഏലക്കായ സ്വാദ് കൂട്ടുകയും ചെയ്യും, നല്ലൊരു വാസന നമുക്ക് വരികയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ചേർക്കണത്. ഏലക്കായ തേങ്ങയുടെ കൂടെ വറുത്ത് തന്നെ വേണം ചേർക്കാൻ. നമുക്കെല്ലാം പൊടിക്കേണ്ടതാണ്. നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള അവലും എള്ളും പൊട്ടുകടലയും തേങ്ങയും ഏലക്കായയും കൂടിയിട്ട് മിക്സിയുടെ ജാറിലെടുത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. മിക്സിയുടെ ജാറിൽ വറുത്ത് പൊടിച്ച് വെച്ച പൊടിയിലേക്ക് നമ്മൾ 1 കപ്പ് അളവിൽ പൊടിച്ച ശർക്കര കൂടി ചേർക്കുകയാണ്. പൊടിച്ച ശർക്കര ചേർക്കുന്നത് കൊണ്ട് ഇതുപോലെ നമുക്ക് ഇളക്കി യോജിപ്പിക്കാനായിട്ട് എളുപ്പമായിരിക്കും. ഇനി ശർക്കര ഉരുക്കി അരിച്ച് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ച് വെള്ളമേ ചേർക്കാവൂ. കുറച്ച് വെള്ളത്തിൽ ശർക്കര ഉരുക്കി ചേർക്കുമ്പോൾ ഇങ്ങനെ പൊടിയായിട്ടല്ല ഉണ്ടാവുക, കുറച്ചൊരു കുഴഞ്ഞ രൂപത്തിലാണ് ഉണ്ടാവുക. അല്ലെങ്കിൽ നമുക്ക് ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്ക് ലഡു ഒക്കെ ഉരുട്ടണത് പോലെ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാൻ മാത്രമാണ് ശർക്കര ഉരുക്കി ചേർക്കുമ്പോൾ പറ്റുള്ളൂ കേട്ടോ. ഞാനിപ്പോൾ പൊടിച്ച അളവ് 1 കപ്പ് ആണ് ചേർത്ത് ശർക്കര ഇളക്കണത്. പിന്നെ മധുരത്തിനനുസരിച്ച് കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ മധുരം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. മധുരം ഒട്ടും വേണ്ടാന്നുള്ളവർക്ക് ശർക്കര ഒട്ടും ചേർക്കാതെ ഉപയോഗിക്കാം കേട്ടോ. പക്ഷേ ഇത് എടുക്കുമ്പോൾ കരിപ്പെട്ടിയോ അല്ലെങ്കിൽ നല്ല പനഞ്ചക്കരയോ നോക്കിയിട്ട് എടുക്കുക. അതിലാണ് ശരിക്കും അയൺ കണ്ടൻ്റ് ഒക്കെ നന്നായിട്ട് ഉണ്ടായിരിക്കുക. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് ചൂടാറിയ ശേഷം മാത്രമേ മിക്സിയുടെ ജാറിൽ പൊടിച്ചെടുക്കാവൂ. പിന്നെ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ ഇത് അടച്ചു വെച്ചാലും മാക്സിമം ഒരാഴ്ച വരെയൊക്കെയാണ് ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റുക. ഇതിൽ തേങ്ങയും ഒക്കെ നമ്മൾ ചേർക്കണതാണല്ലോ. നല്ല രീതിയിൽ വറുത്തെടുത്താൽ ഒരാഴ്ച വരെയൊക്കെ കേടുവരാതിരിക്കും കേട്ടോ. ഇതെല്ലാ ദിവസവും ഇതുപോലെ ഒരു ടേബിൾ സ്പൂണാണ് കഴിക്കേണ്ടത്. അതിന് ഇന്ന സമയത്ത് കഴിക്കണം അങ്ങനെ ഒന്നുമില്ല, എപ്പോൾ വേണമെങ്കിലും. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ വൈകുന്നേരം സ്നാക്ക് പോലെയൊക്കെ 1-2 ടേബിൾ സ്പൂണൊക്കെ കഴിക്കാം. ഇത് ശരീരത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ ഇത് ഒരു കർക്കിടകത്തിൽ മാത്രമല്ല കേട്ടോ, എപ്പോഴും നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി സൂക്ഷിച്ച് വെക്കാൻ പറ്റണതാണ്. ഇത് ശർക്കര ഉരുക്കി ചേർത്തിട്ട് ലഡു പോലെ ഉരുട്ടി വെക്കുകയാണെങ്കിൽ അങ്ങനെ ഓരോ ചെറിയ ലഡുകൾ നമുക്ക് കുട്ടികൾക്ക് ഓരോ ദിവസവും കൊടുത്താലും വളരെ നല്ലതാണ്. അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ശരീരത്തിന് ബലം വയ്ക്കാനും അതുപോലെ രക്തത്തിൻ്റെ അളവ് കൂട്ടാനും ഹീമോഗ്ലോബിൻ്റെ കണ്ടൻറ്റ് കൂട്ടാനും ഒരു പരിധിവരെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും എല്ലാത്തിനും നല്ലതാണ് ഈ ഒരു പൊടി. ഉണ്ടാക്കാനും എളുപ്പമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കുക. ഇതുപോലെയുള്ള പുതിയ വിഭവങ്ങളുമായിട്ട് വീണ്ടും കാണാം.